നമസ്കാരം. കേരള ന്യൂസിലേക്ക് സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കുന്ന വിഷയം മുല്ലപ്പള്ളി രാമചന്ദ്രനെ കുറിച്ചാണ്. അദ്ദേഹത്തിന് സംസ്ഥാനത്ത് നിയമസഭയിലേക്കുള്ള മത്സരത്തിൽ 2026 ഉണ്ടാകുമോ എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുന്നത് സോണി കല്ലറക്കലാണ്. സോണി, നമസ്കാരം. നമസ്കാരം. സോണി, ഈ മുല്ലപ്പള്ളി രാമചന്ദ്രനെ പോലുള്ള സീനിയർ നേതാക്കന്മാർ കേരളത്തിലേക്ക് വരും, കേരളത്തിൽ മത്സരിക്കുന്നതൊക്കെ നമ്മൾ പറയുകയുണ്ടായി, കഴിഞ്ഞ ചർച്ചയിൽ പറയുകയുണ്ടായി. അതുപോലെ തന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രനൊക്കെ എവിടെയായിരിക്കും മത്സരിക്കുക? ഇല്ല, ഇപ്പോൾ കോൺഗ്രസ് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് തീരുമാനമെടുത്തു എന്നാണ് പറയുന്നത്. സീനിയർ നേതാക്കന്മാരൊക്കെ മത്സരിക്കണം എന്നുള്ളത്. ഇപ്പോൾ വി എൻ സുധീരനും കെ മുരളീധരനും എൻ ശക്തനും മുല്ലപ്പള്ളി രാമചന്ദ്രനും ഒക്കെ മത്സരിക്കണം എന്നുള്ള നിലപാടിലാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അങ്ങനെ വന്നാൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാകുമെന്നാണ് കരുതുന്നത്. കാരണം മുല്ലപ്പള്ളി രാമചന്ദ്രൻ അസ്വസ്ഥത ഉണ്ടായിരുന്നു. കാരണം വടകര MP ആയതിനു ശേഷം മാറി കെ മുരളീധരൻ അവിടെ MP ആയി. KPC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറിയ ശേഷം അദ്ദേഹം ഒന്നും അല്ലാത്തൊരു അവസ്ഥയിൽ ഇപ്പോൾ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു തീരുമാനം വരുന്നത്. സീനിയർ നേതാക്കന്മാർ കോൺഗ്രസിൽ മത്സരിക്കണം, UDF വീണ്ടും അധികാരത്തിലെത്തിക്കണമെങ്കിൽ സീനിയർ നേതാക്കന്മാർ മത്സരിച്ചേ മതിയാവൂ എന്നുള്ളൊരു തീരുമാനം വന്ന സ്ഥിതിക്ക് മുല്ലപ്പള്ളി രാമചന്ദ്രൻ നടുക്ക് വീഴാൻ സാധ്യതയുണ്ട്. അദ്ദേഹം മത്സരിക്കുകയാണ്. അദ്ദേഹത്തിന് ഏറ്റവും അനുകൂലമായ ഒരു നിയോജകമണ്ഡലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണൂർ നിയോജകമണ്ഡലമാണ്. കാരണം കണ്ണൂർ അദ്ദേഹം വളരെ കാലം MP ആയിരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. വളരെ വർഷങ്ങളോളം അദ്ദേഹം കണ്ണൂരിൽ MP ആയിരുന്നു. കണ്ണൂർ മണ്ഡലത്തെ അറിയാവുന്നൊരു ആളാണ്. പിന്നെ ഒരു ഫൈറ്ററാണ്. ഒരു വലിയൊരു നിർണായക ഒരു സീറ്റിൽ പോയി മുരളീധരനെ പോലെ പോയി ചെന്ന് മത്സരിക്കാനുള്ള കഴിവ് മുല്ലപ്പള്ളി രാമചന്ദ്രനുമുണ്ട്. അതുകൊണ്ട് അദ്ദേഹം മത്സരിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യത ഞാൻ കാണുന്നത് കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം മത്സരിക്കും എന്നുള്ളതാണ്. ഞാൻ ചോദിക്കുന്നത്, കണ്ണൂര് സുധാകരൻ എന്തുകൊണ്ടാണ് മത്സരിക്കാതെ? സുധാകരന്റെ സ്വന്തം സാമ്രാജ്യമല്ലേ അവിടെ? അല്ല, സുധാകരനും പറ്റിയൊരു സ്ഥാനാർത്ഥി തന്നെയാണ്. മുല്ലപ്പള്ളി രാമചന്ദ്രനെ പോലെ തന്നെ കണ്ണൂർ പിടിക്കാൻ പറ്റിയൊരു സ്ഥാനാർത്ഥിയാണ് കെ സുധാകരൻ. അപ്പോൾ കെ സുധാകരന് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അദ്ദേഹം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താല്പര്യപ്പെട്ട ആളല്ല. പക്ഷെ കണ്ണൂർ സുധാകരൻ നിന്നില്ലെങ്കിൽ പകരം മറ്റൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ പറ്റാതിരുന്നുകൊണ്ടാണ് സുധാകരനോട് മത്സരിച്ചത്. സുധാകരനോട് മത്സരിച്ചില്ലായിരുന്നെങ്കിൽ അത് LDF പോയേനെ. അപ്പം അദ്ദേഹത്തിന് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെന്നാണ് പറയുന്നത്. അദ്ദേഹം മത്സര രാഷ്ട്രീയത്തിൽ നിന്നൊക്കെ അത് വിട്ടു നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം മത്സരിക്കാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ അദ്ദേഹം അല്ലെങ്കിൽ പകരം ആരെന്നുള്ളതാണ് ചോദ്യം വരുന്നത്. അതാണ് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ പേരിലേക്ക് കണ്ണൂർ സീറ്റ് വരുന്നത്. അപ്പോൾ കണ്ണൂരിൽ ഏറ്റവും അനുയോജ്യനായ സ്ഥാനാർത്ഥി മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആയിരിക്കും എന്നുള്ളതാണ് എൻ്റെ വിലയിരുത്തൽ. അവിടെ കണ്ണൂരിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോഴും അവിടുത്തെ നിലവിലുള്ള MLA എന്ന് പറയുന്നത് കടന്നപ്പള്ളി രാമചന്ദ്രനാണ്, മന്ത്രിയല്ലേ. അദ്ദേഹത്തിന് ഈ മന്ത്രിയിൽ പദവത്തിൽ ഇരുന്നു കൊണ്ട് പല കാര്യങ്ങളും അവിടെ ചെയ്യാൻ കഴിയുകയും അവിടെ കുറച്ചുകൂടെ വോട്ടിൻ്റെ സ്വാധീനവും ഇപ്പോൾ അദ്ദേഹത്തിന് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിൽ മുല്ലപ്പള്ളിക്ക് അത് ഈസി ആയിട്ടത് അദ്ദേഹത്തെ തോൽപ്പിച്ച് മണ്ഡലം പിടിക്കാൻ കഴിയുമെന്ന് കരുതുന്നുണ്ടോ? ഇല്ല, കണ്ണൂർ നിയമസഭാ മണ്ഡലം UDF പിടിക്കാത്തതല്ലോ. സുധാകരൻ അവിടെ MLA ആയിട്ട് ഇരുന്ന ആളാണ്. സുധാകരൻ കണ്ണൂർ MLA ആയിരുന്നുകൊണ്ടാണ് അദ്ദേഹം മന്ത്രിയായത്. സുധാകരൻ ഇവിടുന്ന് കണ്ണൂർ പാർലമെന്റിൽ ഒരു നിർണായക സാഹചര്യത്തിൽ സുധാകരൻ ലോക്സഭയിലേക്ക് മത്സരിക്കേണ്ട സാഹചര്യം ഉണ്ടായപ്പോഴാണ് സുധാകരൻ കണ്ണൂരിൽ നിന്ന് മാറേണ്ട വന്നത്. അപ്പൊ പകരം വന്നതാരാ? CPM നിന്ന് വന്ന AP അബ്ദുള്ളക്കുട്ടി അവിടെ കണ്ണൂർ മത്സരിക്കുകയായിരുന്നു സുധാകരന്റെ നോമിനിയായിട്ട്. ഉപതെരഞ്ഞെടുപ്പ് വരുന്നു, അബ്ദുള്ളക്കുട്ടി അവിടെ സ്ഥാനാർത്ഥിയാവുന്നു. വലിയ ഭൂരിപക്ഷത്തോടെയാണ് കണ്ണൂർ ജയിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് സുധാകരനും അബ്ദുള്ളക്കുട്ടിയും തമ്മിൽ ചെറിയൊരു ക്ലാഷ് ഉണ്ടായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ അബ്ദുള്ളക്കുട്ടിയെ തലശ്ശേരിയിലേക്ക് മാറ്റുകയും പകരം സതീശൻ പാച്ചേനിയെ കണ്ണൂരിൽ നിർത്തുകയും ചെയ്തു. അവിടെ കുറച്ച് കോൺഗ്രസ് വോട്ടുകൾ അങ്ങോട്ട് വോട്ടിൽ വിള്ളലുണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് കടന്നപ്പള്ളിക്ക് അവിടെ ജയിക്കാൻ സാധ്യത ഉണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ കടന്നപ്പള്ളി രാമചന്ദ്രനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം മുൻ കോൺഗ്രസ്സുകാരനായിരുന്നു. കോൺഗ്രസിൽ നിന്നാണ് അദ്ദേഹം കോൺഗ്രസ് എസിലേക്ക് വന്നത്. അകപ്പാടെ കടന്നപ്പള്ളിയും S എന്ന് പറഞ്ഞാൽ കടന്നപ്പള്ളി രാമചന്ദ്രനാണ്. അല്ലാതെ അവിടെ CPM അണികളുടെ പ്രവർത്തനം കൊണ്ടാണ് കടന്നപ്പള്ളി രാമചന്ദ്രൻ ജയിക്കുന്നത്. അല്ലാതെ കടന്നപ്പള്ളി രാമചന്ദ്രൻ്റെ പാർട്ടിക്ക് വലിയ സ്വാധീനമുണ്ടെന്നൊന്നും ഞാൻ കരുതുന്നില്ല. അപ്പം പിന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ കടന്നപ്പള്ളി രാമചന്ദ്രൻ തമ്മിൽ ഒരു മത്സരം നടന്നിട്ടുണ്ട്. പണ്ട് മുല്ലപ്പള്ളി രാമചന്ദ്രൻ കണ്ണൂർ MP ആയിട്ടിരിക്കുമ്പോൾ മുല്ലപ്പള്ളിയെ തോൽപ്പിക്കാൻ ഇറങ്ങിയത് കടന്നപ്പള്ളിയായിരുന്നു. അന്ന് കടന്നപ്പള്ളി രാമചന്ദ്രൻ തോക്കുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം ഈ മുല്ലപ്പള്ളിയും കടന്നപ്പള്ളിയും തമ്മിലുള്ള മത്സരം ഒത്തിരിയൊന്നുമല്ല, പണ്ടും മത്സരം നടന്നിട്ടുണ്ട്. അന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ തന്നെയാണ് ജയം ഉണ്ടായത്. നിലവിൽ MP തന്നെ അവിടെ ജയിച്ചു, കടന്നപ്പള്ളി രാമചന്ദ്രൻ പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പിന്നെ വടകര മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇപ്പോൾ വടകരയെ മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ വടകര CPM കുറച്ച് സീറ്റായിരുന്നു ലോക്സഭാ മണ്ഡലം. ആ സീറ്റാണ് മുല്ലപ്പള്ളി രാമചന്ദ്രനിലൂടെ UDF തിരിച്ചു കിട്ടുന്നത്. അപ്പം മുല്ലപ്പള്ളി രാമചന്ദ്രനെ സംബന്ധിച്ച് പറഞ്ഞാൽ നല്ലൊരു സംഘാടകനാണ്, ഫൈറ്ററാണ്, മണ്ഡലം തിരിച്ചു പിടിക്കാൻ കഴിവുള്ള ഒരാളാണ്. അപ്പം കണ്ണൂർ ഏറ്റവും പറ്റിയ സ്ഥാനാർത്ഥി UDF സുധാകരൻ അല്ലെങ്കിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ തന്നെയായിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പം കടന്നപ്പള്ളിയെ പറ്റി ഒരു പണ്ട് നമ്മൾ സ്കൂളുകളിലൊക്കെ പഠിക്കുന്ന സമയത്തുണ്ടാകുന്ന പണ്ടൊരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു, AK ആന്റണി, ഉമ്മൻചാണ്ടി, കടന്നപ്പള്ളി സിന്ദാബാദ്. കാരണം ഇവർ 3 പേരും യുവാക്കളുടെ നേതാവായിരുന്നു അന്ന്.
അപ്പോൾ അങ്ങനെയുള്ളൊരു നേതാവാണ്. അപ്പോൾ അത് കോൺഗ്രസിൻ്റെ ഇപ്പോഴും ആ കോൺഗ്രസിൻ്റെ പാരമ്പര്യം കാത്തു സൂക്ഷിച്ച് കതറൊക്കെ ഇട്ട് അതേ പാരമ്പര്യത്തിലാണ് അദ്ദേഹം LDFിൻ്റെ കൂടെ ആണെങ്കിൽ പോലും ആ കോൺഗ്രസിൻ്റെ പാരമ്പര്യം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് പുള്ളി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ നിലയ്ക്കൊക്കെ ജനങ്ങളുടെ ഇടയിലും ആ കോൺഗ്രസ്സുകാർക്കും അദ്ദേഹത്തോട് ആ ഒരു മതിപ്പ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്ന് കരുതേണ്ടി വരും. അപ്പോൾ ആ രീതിയിലൊക്കെ മുല്ലപ്പള്ളിക്ക് ഒരു ഭയങ്കര എതിരാളിയായ തന്നെ ആയിരിക്കും കടന്നപ്പള്ളി എന്ന കാര്യത്തിൽ സംശയമില്ല. ഇല്ല, മുല്ലപ്പള്ളി രാമചന്ദ്രൻ ജനകീയനാണ്. കടന്നപ്പള്ളി രാമചന്ദ്രൻ ജനകീയനാണെങ്കിൽ തന്നെ അതിലും നല്ലൊരു ജനകീയൻ തന്നെയാണ് മുല്ലപ്പള്ളി രാമചന്ദ്രനും. കാരണം വേറെ അലിഗേഷൻസ് ഒന്നും ഇരുവരെ പറ്റിയും പറയാനില്ല. അപ്പം മുല്ലപ്പള്ളി രാമചന്ദ്രന് എതിരാളി കടന്നപ്പള്ളിയാണ്, കടന്നപ്പള്ളിക്ക് എതിരാളി മുല്ലപ്പള്ളി രാമചന്ദ്രൻ തന്നെയാണ്. രണ്ട് രാമചന്ദ്രന്മാരുടെ ഒരു മത്സരമായിരിക്കും കണ്ണൂരിൽ നടക്കാൻ പോകുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. നല്ലൊരു മത്സരം അവിടെ നടക്കും. കാരണം ജനകീയ രണ്ടുപേർക്കും ജനകീയരായ നേതാക്കന്മാരാണ്. പിന്നെ കോൺഗ്രസ് പാരമ്പര്യമുണ്ട്. ഇപ്പം കടന്നപ്പള്ളി രാമചന്ദ്രൻ LDFിലാണെങ്കിലും ഒരു കോൺഗ്രസ്സുകാരനായിട്ടാണ് പൊതുവെ ആൾക്കാർ വിലയിരുത്തുന്നത്. ഒരു അധ്യാപകനായിരുന്നു എന്നാണ് ഞാൻ അറിയപ്പെടുന്നത് കടന്നപ്പള്ളി രാമചന്ദ്രൻ എന്നുള്ള രീതിയിൽ. ഇപ്പം മന്ത്രി എന്നുള്ള രീതിയിലൊന്നും വലിയ അഴിമതി ആരോപണങ്ങളൊന്നും കടന്നപ്പള്ളി രാമചന്ദ്രനെ പറ്റി കേട്ടിട്ടില്ല. അപ്പം കടന്നപ്പള്ളി അവിടെ തറ പറ്റിക്കണമെങ്കിൽ മുല്ലപ്പള്ളി രാമചന്ദ്രനെ പോലുള്ള ഒരാൾ തന്നെ അവിടെ ഇറങ്ങണം. അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ സീറ്റ് UDFിന് തിരിച്ചു കിട്ടാൻ പറ്റും. ഇപ്പം സീനിയർ നേതാക്കന്മാർ മത്സരിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത്. അപ്പം അവർക്കതപ്പെട്ട സീറ്റ് കൊടുത്താലേ അതിന് പ്രയോജനം ഉണ്ടാകുള്ളൂ. അപ്പോൾ അവരെ മുല്ലപ്പള്ളി രാമചന്ദ്രനെ പോലുള്ള കണ്ണൂർ മത്സരിക്കുമ്പോൾ മറ്റുള്ള സീറ്റുകളെ അത് അനുകൂലമായിട്ട് ബാധിക്കും. ആ ഒരു തരംഗം ഉണ്ടാകും. അതും UDFിന് അനുകൂലമായിട്ട് എടുക്കാൻ വരാൻ പറ്റും. ഇപ്പോൾ സുധീരൻ മണലൂർ മത്സരിച്ചാൽ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലുള്ള മറ്റുള്ള മണ്ഡലങ്ങളെ സ്വാധീനിക്കുമെന്ന് പറയുന്ന പോലെ സീനിയർ നേതാക്കന്മാർക്ക് എപ്പോഴും ഒരു പ്രഭാവമുണ്ട്. ഇപ്പോൾ കരുണാകരൻ മത്സരിക്കുമ്പം തൃശ്ശൂരിലെ മുഴുവൻ സീറ്റുകളെയും ആകർഷിക്കുമെന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇപ്പോൾ ഇവർ അതിനുശേഷമുള്ള ഈ തലമുറയിലെ ഇന്നത്തെ നേതാക്കന്മാരായ സുധീരനും ഒക്കെ മത്സരിക്കുമ്പോഴുള്ള നേട്ടങ്ങൾ. അത് തന്നെയാണ് കണ്ണൂർ മുല്ലപ്പള്ളിയുടെ കാര്യം. കണ്ണൂരിൻ്റെ മത്സരവും ഒരു ചൂടുപിടിച്ച മത്സരം തന്നെ ആയിരിക്കും. കടന്നപ്പള്ളിക്ക് ആ സീറ്റ് നിലനിർത്തേണ്ടതുണ്ട്. അടുത്ത പ്രാവശ്യവും LDF വരുമെന്നും മന്ത്രിയാകാമെന്നും ഒക്കെ സ്വപ്നം കണ്ടിരിക്കുന്ന ആൾ തന്നെയാണ് അദ്ദേഹവും. അതേപോലെ തന്നെ മുല്ലപ്പള്ളിക്ക് അവിടെ സംസ്ഥാനത്തിലെ ഒരു നിയമസഭയിലേക്ക് മത്സരിച്ച് മുഖ്യമന്ത്രി പദം പോലെയുള്ള ഒരു പദത്തിലേക്ക് എത്തിച്ചേരാനുള്ള ആഗ്രഹം അദ്ദേഹത്തിനുമുണ്ട്. അപ്പോൾ ഈ രീതിയിൽ കണ്ണൂരെ മത്സരം കടുത്തതായിരിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. ഏതായാലും മറ്റൊരു വിഷയമായിട്ട് ഞങ്ങൾ വീണ്ടും കടന്നു വരും. അതുവരെ നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.